അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ അച്ഛനല്ല. കിഷ്കിന്റെ കാണ്ഡം കണ്ടതിന് ശേഷം ഈ സിനിമയുടെ കഥയും പേരുമായി എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എന്നാൽ ഈ സിനിമയുടെ ആത്മാവ് തന്നെ സിനിമയുടെ പേരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢമായ രഹസ്യങ്ങളുള്ളത് നാസയിലും വത്തിക്കാനിലുമല്ല, അതുള്ളത് കുടുംബങ്ങളിലും മനുഷ്യന്റെ മനസ്സിലും സബ് കോൺഷ്യസ് മൈൻഡിലുമാണ്. ഈ സിനിമയുടെ കോർ തീം ജാപ്പനീസ് പഴഞ്ചൊല്ലായ 3 monkeysമായി ഒരുപാട് സാമ്യതയുണ്ട്. തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ പറയരുത് എന്ന ജാപ്പനീസ് പഴഞ്ചൊല്ലാണ് ഈ സിനിമയുടെ സെൻട്രൽ തീം. ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും മിണ്ടിയിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. ഇത് മലയാളികൾ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു ബുദ്ധിസ്റ്റ് ആശയമാണ്. 3 കുരങ്ങുകളും വിസ്ഡമും സെൽഫ് കൺട്രോളിന്റെയും പ്രതീകങ്ങളാണ്. ഓരോ കുരങ്ങിനും ഡിഫറെന്റ് ആശയങ്ങളും മീനിങ്ങുകളും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സിനിമ ഒരു മാസ്റ്റർ പീസ് ആണ്. ഈ വീഡിയോയിൽ ഹെവി സ്പോയിലർ ഉണ്ട്, അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണുക. ഫസ്റ്റ് മങ്കി സ്പീക്ക് നോ വിൽ, അപ്പുപിള്ള ഇഗ്നോറൻസ് ഓഫ് ട്രൂത്ത്. ഇതിൽ ആദ്യത്തെ വൈസ് മങ്കി വിജയരാഘവൻ അവതരിപ്പിക്കുന്ന അപ്പുപിള്ളയാണ്. അപ്പുപിള്ള റെപ്രസെന്റ് ചെയ്യുന്നത് സ്പീക്ക് നോ ഇവൽ, അതായത് തിന്മ പറയരുത് എന്ന കുരങ്ങനെയാണ്. അതായത് സത്യത്തെ ഇഗ്നോറൻസ് കൊണ്ട് മറക്കുകയും അല്ലെങ്കിൽ മറച്ചു വെക്കുകയുമാണ് അപ്പുപിള്ള ചെയ്യുന്നത്. അപ്പുപിള്ള സിനിമയുടെ തുടക്കത്തിൽ എന്തു സംഭവിച്ചു എന്ന സത്യത്തെക്കുറിച്ച് ഇഗ്നോറന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഏത് അച്ഛനെയും പോലെ സത്യാന്വേഷണത്തിന് വേണ്ടി അപ്പുപിള്ള ഇറങ്ങി തിരിച്ചത്. പക്ഷേ ദുരന്തപൂർണമായ അല്ലെങ്കിൽ കടുപ്പമേറിയ സത്യം കണ്ടെത്തിയിട്ടും അത് പുറത്തു പറയാൻ പറ്റാതെ അപ്പുപിള്ള തെളിവുകൾ നശിപ്പിച്ചു. അപ്പുപിള്ള മകനോട് ബോഡി എവിടെയാണെന്ന് പറയുന്നില്ല, സത്യമെല്ലാം മനസ്സിലാക്കിയിട്ടും ഒന്നും പറയുന്നില്ല. പോലീസിനോട് തോക്കും ബുള്ളറ്റ്സും എങ്ങനെ മിസ് ചെയ്തു എന്ന് പറയുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ തന്നെ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ മ്യൂട്ടായിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ തിന്മ പറയരുത് എന്ന കുരങ്ങനെയാണ് അപ്പുപിള്ള റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് മങ്കി സി നോ ഇവിൽ, അജയ് ചന്ദ്രൻ ഡിനയൽ ഓഫ് ട്രൂത്ത്. രണ്ടാമത്തെ വൈസ് മങ്കി ആസിഫ് അലി അവതരിപ്പിക്കുന്ന അജയ് ചന്ദ്രനാണ്. അജയ് ചന്ദ്രൻ റെപ്രസെന്റ് ചെയ്യുന്നത് സി നോ ഈവിൽ, അതായത് തിന്മ കാണരുത് എന്ന കുരങ്ങനെയാണ്. ഇതിൽ രണ്ടാമത്തെ കുരങ്ങനായ അജയ് ചന്ദ്ര എല്ലാ സത്യങ്ങളും കാണുന്നവനാണ്. ചച്ചു മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, പ്രവീണയുടെ കയ്യബദ്ധം പറ്റി കിടക്കുന്നതും കണ്ടിട്ടുണ്ട്, ചച്ചു മരിച്ച രാത്രിയിൽ അച്ഛനെയും കണ്ടിട്ടുണ്ട്, അച്ഛൻ സത്യം അന്വേഷിച്ചു പോകുന്നതും കണ്ടിട്ടുണ്ട്, അച്ഛൻ തെളിവ് നശിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്, അച്ഛനെ ചികിത്സിക്കാൻ സൈക്കോളജിസ്റ്റ് വരുന്നതും കണ്ടിട്ടുണ്ട്. ഏകദേശം എല്ലാ സത്യങ്ങളും കണ്ടിട്ടുണ്ട്. ഓരോ അപ്രിയ സത്യങ്ങൾ കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന് നടിക്കുന്നതായാണ് അജയ് ചന്ദ്രൻ സിനിമയിൽ ഉടനീളം അഭിനയിക്കുന്നത്. അജയ് ചന്ദ്രൻ കണ്ട സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഡിനയൽ ഓഫ് ട്രൂത്ത് നടക്കുന്നത്. താൻ കാണാൻ ആഗ്രഹിക്കാത്ത അപ്രിയ സത്യത്തെ തന്റെ മനസ്സിനെ കൊണ്ട് കബളിപ്പിക്കുകയായിരുന്നു അജയ് ചന്ദ്രൻ. തന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് ഇതുൾപ്പെടെ അപർണയുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളും അജയ് ചന്ദ്രൻ അറിയാം. അപർണയോട് പറഞ്ഞാൽ തനിക്ക് അപർണയെ നഷ്ടമാവുമോ എന്ന കാരണത്താൽ അപ്പുപിള്ളയുടെ സത്യാന്വേഷണങ്ങളെ അജയ് ചന്ദ്രൻ കണ്ടില്ല എന്ന് നടിക്കുന്നു. അതുകൊണ്ട് തന്നെ തിന്മ കാണരുത് എന്ന കുരങ്ങനെയാണ് അജയ് ചന്ദ്രൻ റെപ്രസെന്റ് ചെയ്യുന്നത്. തേർഡ് മങ്കി ഹിയർ നോ ഈവിൽ, അപർണ സൈലൻസ് ഓഫ് ട്രൂത്ത്. ഈ സിനിമയിലെ മൂന്നാമത്തെ വൈസ് മങ്കി ജഗദീഷ് ആണോ അതോ അപർണയാണോ എന്ന സംശയം നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ മൂന്നാമത്തെ കുരങ്ങ് അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന അപർണ തന്നെയാണ്. അപർണ റെപ്രസെന്റ് ചെയ്യുന്നത് ഹിയർ നോ ഈവിൽ, തിന്മ കേൾക്കരുത് എന്ന കുരങ്ങനെയാണ്. അതായത് സത്യത്തെ സൈലൻസ് കൊണ്ട് മറയ്ക്കുക അല്ലെങ്കിൽ മറച്ചു വെക്കുകയാണ് അപർണ ചെയ്യുന്നത്, അതായത് സൈലൻസ് ഓഫ് ട്രൂത്ത്. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ചച്ചുവിന് എന്ത് സംഭവിച്ചു, പ്രവീണയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതെല്ലാം അജയ് ചന്ദ്രൻ വഴിയുള്ള കേട്ടുകേൾവിയിലൂടെയാണ് അപർണ മനസ്സിലാക്കുന്നത്. അച്ഛന്റെ മുറിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദത്തെ തുടർന്ന് ചച്ചുവിന് എന്ത് സംഭവിച്ചു എന്നും അതിൽ അപ്പുപിള്ളയ്ക്ക് പങ്കുണ്ടോ എന്നറിയാൻ അവൾ കൂടുതൽ അന്വേഷണം നടത്തുന്നുമുണ്ട്. എന്നാൽ പിന്നീട് അശോകൻ വഴിയും സൈക്കോളജിസ്റ്റ് വഴിയും ജഗദീഷ് വഴിയും കൂടുതൽ കാര്യങ്ങൾ അപർണ കേൾക്കുകയാണ്. സത്യം അറിയാമായിരുന്നിട്ടും ഭാര്യയെ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാകാം അജയ് ചന്ദ്രന് ഈ കാര്യം ആദ്യം ഭാര്യയോട് പറയാൻ കഴിഞ്ഞില്ല. അവസാനം ചച്ചു കാണാതായ രാത്രിയിൽ സംഭവിച്ചതെല്ലാം അപർണ അയാളിൽ നിന്ന് കേൾക്കുന്നു. എന്നാൽ വെളിപ്പെടുത്തലിന്റെ പേരിൽ അപർണ അജയ് ചന്ദ്രനെ വിട്ടുപോകുന്നില്ല. ഭർത്താവിൽ നിന്ന് കഥ കേട്ടിട്ടില്ല എന്ന മട്ടിൽ അവൾ ജീവിതം തുടരുന്നു. ഇവിടെ എല്ലാ സത്യങ്ങൾ കേട്ടുവെങ്കിലും തന്റെ ഫാമിലി ലൈഫിന് വേണ്ടി തുടർന്ന് ഒന്നും കേൾക്കാൻ നിൽക്കാതെ ചെവികൾ കൊട്ടിയടച്ചുകൊണ്ട് അപർണ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമായണ എന്ന മട്ടിൽ തുടരുന്നു. അതുകൊണ്ട് തന്നെ തിന്മ കേൾക്കരുത് എന്ന കുരങ്ങനെയാണ് അപർണ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സിനിമയുടെ പോസ്റ്റർ പറയുന്നത് പോലെ ഇത് ശരിക്കും 3 കുരങ്ങന്മാരുടെ കഥയാണ്. നീതിയും സത്യവും തമ്മിലുള്ള യുദ്ധത്തിൽ സമാധാനപൂർണമായ നീതിക്ക് വേണ്ടി ആരും അപ്രിയ സത്യം വെളിപ്പെടുത്തുന്നില്ല എന്നതാണ് പ്രധാന കാര്യം. തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ പറയരുത്. 3 monkeys തിയറിക്ക് ബുദ്ധിസത്തിലും വെസ്റ്റേൺ ഫിലോസഫിയിലും ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ് ആണ് ഉള്ളത്. തിന്മ കാണുകയോ കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അവർ തിന്മയുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ബുദ്ധമതം പഠിപ്പിക്കുമ്പോൾ വെസ്റ്റേൺ ഫിലോസഫിയിൽ 3 monkeysന് അനീതിക്കെതിരെ കാണാതെയും കേൾക്കാതെയും
ശബ്ദിക്കാതെയും ഇരിക്കുമ്പോൾ അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒളിച്ചോടുകയാണ് മനുഷ്യൻ ചെയ്യുന്നത് എന്ന് കരുതുന്നു. അങ്ങനെ ഒളിച്ചോടാത്ത ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. കയ്യിൽ ഒന്നും സൂക്ഷിക്കാത്ത മഹാത്മാഗാന്ധിയുടെ ജീവിതശൈലിയിലെ പ്രധാന അപവാദം ഫുജി എന്ന ജാപ്പനീസ് മോങ്ക് അദ്ദേഹത്തിന് സമ്മാനിച്ച ബാപ്പു കേതൻ ബന്ദർ എന്ന 3 കുരങ്ങളുടെ ചെറിയ പ്രതിമയായിരുന്നു. ത്രീ മങ്കീസ് തിയറി ലോക സിനിമയിലും രാഷ്ട്രീയത്തിലും ലിറ്ററേച്ചറിലും ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും മലയാള സിനിമയിൽ ആദ്യമായാണ് ത്രീ മങ്കീസ് തിയറി കിഷ്കിൻഡ വഴി അവതരിപ്പിക്കുന്നത്. 1968 പുറത്തിറങ്ങിയ പ്ലാനറ്റ്സ് ഓഫ് എയ്പ്സ് എന്ന ചിത്രത്തിലെ വിചാരണ രംഗത്തിൽ ഈ 3 കുരങ്ങുകളെയും ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലെ ജഡ്ജിമാർ തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ പറയരുത് എന്ന കുരങ്ങുകളെ അനുകരിക്കുന്നു. കിഷ്കിൻഡ കാണ്ഡം ഒരു മാസ്റ്റർപീസ് സിനിമയാണ്. ത്രീ മങ്കീസ് ജാപ്പനീസ് തത്വത്തിന്റെ ഒരു ലെയർ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രാമായണമായിട്ടും സിനിമയ്ക്ക് ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.